ശ്രീ എം എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായമാണിത്. 1-2 ഭാഗങ്ങൾ കണ്ടുകാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. എന്റെ ജീവിതത്തിൽ സംഭവിച്ച അസാധാരണ അനുഭവങ്ങളിൽ ആദ്യമായി ഓർമ്മയിൽ വരുന്നത് ഈ സംഭവമാണ്. അന്നത്തെ കാലത്ത് എൻ്റെ ഉള്ളിൽ സംഭവിച്ച മാറ്റങ്ങൾ വീട്ടിലുണ്ടായിരുന്ന അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും മാത്രമേ വ്യക്തമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. മറ്റുള്ളവർക്ക് ഞാൻ സാധാരണ ബാലനായി തന്നെ തോന്നിയിരുന്നു. എന്നാൽ എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം സംഭവിച്ചിരുന്നു. ഞാൻ മുൻകാലത്തേക്കാൾ കൂടുതൽ ചിന്തയിൽ മുഴുകുന്നവനായി മാറി. പലപ്പോഴും വീട്ടുമുറ്റത്തെ വലിയ പ്ലാവിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്ത് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് അമ്മ ശ്രദ്ധിച്ചിരുന്നു. ചില രാത്രികളിൽ ഞാൻ ഉറക്കത്തിൽ അപരിചിതമായ ഭാഷയിൽ എന്തോ പറയാറുണ്ടായിരുന്നുവെന്നും അമ്മ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അമ്മയ്ക്കൊരു വലിയ ആശ്വാസമുണ്ടായിരുന്നു. മുമ്പ് എനിക്ക് പതിവായി ഉണ്ടാകാറുണ്ടായിരുന്ന ഒരു വിചിത്ര പ്രശ്നം, ഉറക്കത്തിൽ ഭയന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഓടിപ്പോകുന്ന ശീലം, അന്നുമുതൽ പൂർണ്ണമായി ഇല്ലാതായി. മുമ്പ് ചില ഭയാനക സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു. എന്നാൽ പ്ലാവിൻ്റെ ചുവട്ടിൽ കണ്ട ആ രഹസ്യ പുരുഷനെ കണ്ടതിനു ശേഷം അത്തരം സ്വപ്നങ്ങൾ വീണ്ടും ഉണ്ടായിട്ടില്ല. അമ്മൂമ്മ പറയുന്ന സൂഫി സന്യാസിമാരുടെയും വിശുദ്ധന്മാരുടെയും കഥകൾ കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പലപ്പോഴും ഞാൻ അമ്മൂമ്മയെ വീണ്ടും വീണ്ടും കഥ പറയാൻ ആവശ്യപ്പെടും. പഴയ കഥകളെ തന്നെ വീണ്ടും ആവർത്തിച്ചാലും ഞാൻ അതിനെ ആവേശത്തോടെ കേൾക്കും. രാത്രികളിൽ ഞാൻ നിശബ്ദമായിരുന്ന് ഉള്ളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ ഒരത്യന്തം ശാന്തിയും ആനന്ദവും അനുഭവിച്ചിരുന്നു. ചിലപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സ്വാഭാവികമായി ഉറക്കത്തിലേക്ക് ഒഴുകിപ്പോകും. അപ്പോൾ നീണ്ടതും അതിശയകരവുമായ ചില സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു. അവയിൽ പലതും പിന്നീട് മറന്നുപോയി. എന്നാൽ ചില സ്വപ്നങ്ങൾ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. പിന്നീട് എൻ്റെ ആത്മീയ യാത്രയിൽ സംഭവിക്കാനിരുന്ന കാര്യങ്ങളുടെ സൂചനകൾ അവയിലുണ്ടായിരുന്നുവെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. പ്ലാവിൻ്റെ ചുവട്ടിൽ നടന്ന ആ സംഭവത്തിന് ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു രാത്രി ഞാൻ വളരെ വ്യക്തമായ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ മനോഹരമായ ഒരു താഴ്വര കണ്ടു. ചുറ്റും മഞ്ഞു മൂടിയ ഉയർന്ന പർവ്വതങ്ങൾ. അവയുടെ അടിവാരത്തിൽ ഒരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയിൽ നിന്നൊരു മൃദുവായ ജപശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം എനിക്ക് വളരെ പരിചിതമായി തോന്നി. ഞാൻ പതുക്കെ ഗുഹയുടെ വാതിലിലേക്ക് നീങ്ങി. അകത്ത് നോക്കിയപ്പോൾ ഒരു വലിയ ഗുഹ കാണപ്പെട്ടു. നടുവിൽ ഒരു അഗ്നികുണ്ഡം ജ്വലിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പ്രകാശത്തിൽ മുഴുവൻ ഗുഹയും മൃദുവായി പ്രകാശിച്ചു. ഗുഹയുടെ അകലെ ഒരു ഉയർന്ന പാറത്തിട്ടയിൽ ഒരു ഗുരുസ്വരൂപനായ വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. നീണ്ട മുടിയും താടിയുമുള്ള അദ്ദേഹം അരയിൽ ഒരു ലളിതമായ വസ്ത്രം ധരിച്ചിരുന്നു. നെഞ്ചിൽ ഒരു നൂൽ ചരട് പതിഞ്ഞിരുന്നു. അദ്ദേഹത്തിനു മുന്നിൽ ചെറിയ കുട്ടികൾ അർദ്ധവൃത്താകൃതിയിൽ ഇരിക്കുകയായിരുന്നു. അവർക്ക് അദ്ദേഹം ഒരു മന്ത്രം ജപിച്ചു പഠിപ്പിക്കുകയായിരുന്നു. കുട്ടികൾ അതിനെ ആവർത്തിച്ചു ചൊല്ലിക്കൊണ്ടിരുന്നു. അവരുടെ ജപശബ്ദം കേട്ട് ഞാൻ പോലും അറിയാതെ അതിൽ ചേരുകയും അതേ മന്ത്രം ആവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ജപം നിർത്തി. പാറത്തിട്ടയിൽ ഇരുന്നിരുന്ന ഗുരു എന്നിലേക്ക് നോക്കി. "കുട്ടി, ഇവിടെ വരൂ" എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സംസാരിച്ച ഭാഷ എനിക്ക് പരിചിതമല്ലായിരുന്നു. എങ്കിലും അതിൻ്റെ അർത്ഥം എനിക്ക് വ്യക്തമായി മനസ്സിലായി. ഞാൻ പതുക്കെ ഗുഹയ്ക്കുള്ളിലേക്ക് നടന്നു. അവിടെ ഇരുന്നിരുന്ന കുട്ടികളെല്ലാം എന്നെ കൗതുകത്തോടെ നോക്കി. ഞാൻ ധരിച്ചിരുന്ന വേഷവും മുടിയുമൊക്കെ വ്യത്യസ്തമായിരുന്നു. ചില കുട്ടികൾ തമ്മിൽ ചിരിക്കാനും കുശുകുശിക്കാനും തുടങ്ങി. "മതി," ഗുരു ഉറക്കെ പറഞ്ഞു. എല്ലാവരും ഉടൻ നിശബ്ദരായി. അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു, "നീയും ജപിക്കൂ." ഞാൻ അല്പം ഭയത്തോടെ മന്ത്രം ആവർത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശരിയായി പറയാൻ കഴിഞ്ഞില്ല. കുട്ടികൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. ഗുരു വീണ്ടും പറഞ്ഞു, "മതി, ശരിയായ രീതിയിൽ ജപിക്കുന്നത് നീ മറന്നിരിക്കുന്നു. ആദ്യം അത് വീണ്ടും പഠിക്കണം. പിന്നെ ഇവിടെ വരൂ." ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കാൻ പോകുന്നതിനിടയിലാണ് ഞാൻ ഉണർന്നത്. എന്റെ ചെവിയിൽ അമ്മയുടെ ശബ്ദം കേട്ടു.
എണീക്കൂ, എണീക്കൂ. ഞാൻ കണ്ണു തുറന്നു. അന്ന് ഞായറാഴ്ചയായിരുന്നു. സ്കൂളിൽ പോകേണ്ടതില്ല എന്നതിൽ സന്തോഷം തോന്നി. പ്രഭാത ഭക്ഷണം കഴിച്ചതിനു ശേഷം ഞാൻ വീട്ടിലിരുന്നു എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് എന്റെ ശ്രദ്ധ അച്ഛന്റെ മേശയിലേക്ക് തിരിഞ്ഞത്. ആ മേശ സാധാരണയായി പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. എന്നാൽ ആ ദിവസം താക്കോൽ അതിൽ തന്നെ കാണപ്പെട്ടു. കൗതുകത്തോടെ ഞാൻ അത് തുറന്നു. അകത്ത് ഫയലുകളും കണക്ക് പുസ്തകങ്ങളും പേനകളും മറ്റു സാധനങ്ങളുമുണ്ടായിരുന്നു. അവയ്ക്കിടയിൽ 2 പുസ്തകങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചിരുന്നതായി ഞാൻ കണ്ടു. ഒരു ചെറിയ പുസ്തകവും മറ്റൊന്ന് ചിത്രങ്ങളുള്ള വലിയ പുസ്തകവും. എന്തുകൊണ്ടോ ആ 2 പുസ്തകങ്ങളും എന്നെ പ്രത്യേകമായി ആകർഷിച്ചു. ഞാൻ അവ സൂക്ഷിച്ചെടുത്തു. ആരും കാണാതെ എന്റെ സ്കൂൾ ബാഗിൽ വെച്ചു. ഉച്ചഭക്ഷണത്തിനു ശേഷം ഞാൻ ആ ചെറിയ പുസ്തകമെടുത്ത് വീട്ടിന്റെ പുറകുവശത്തുള്ള പ്ലാവിൻ ചുവട്ടിലേക്ക് പോയി. അവിടെ ഇരുന്ന് പതുക്കെ പുസ്തകം തുറന്നു. അകത്ത് ഒരു മന്ത്രം എഴുതിയിരുന്നു. ആ മന്ത്രം ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. സ്വപ്നത്തിൽ ഞാൻ ജപിക്കാൻ ശ്രമിച്ച അതേ മന്ത്രമായിരിക്കാമോ എന്ന് ഞാൻ അത്ഭുതത്തോടെ ചിന്തിച്ചു. കഴിഞ്ഞ രാത്രിയിൽ കണ്ട സ്വപ്നത്തിൽ ഞാൻ കേട്ട മന്ത്രത്തിന്റെ ശബ്ദം രാവിലെ പോലും എന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ ജപത്തിന്റെ താളവും സ്വരവുമെല്ലാം വളരെ വ്യക്തമായി ഓർമ്മയിൽ നിലനിന്നിരുന്നു. അതുകൊണ്ട് ഞാൻ പതുക്കെ ആ മന്ത്രം വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. സ്വപ്നത്തിൽ ഗുഹയ്ക്കുള്ളിലിരുന്നവർ എത്ര ശാന്തമായി ജപിച്ചിരുന്നുവോ അതുപോലെ തന്നെ ഞാൻ മനസ്സിൽ ആനന്ദത്തോടെ അത് ഉച്ചരിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം എനിക്ക് ഒറ്റയ്ക്കായി സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ആ മന്ത്രം അഭ്യസിച്ചു. ആളുകൾ ചുറ്റുമുണ്ടായിരിക്കുമ്പോൾ ശബ്ദമായി പറയാതെ മനസ്സിൽ തന്നെ ജപിക്കുമായിരുന്നു. ഞാൻ വായിച്ച പുസ്തകത്തിൽ ആ മന്ത്രം മനസ്സിനെ പ്രകാശിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിരുന്നതായി ഓർക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഗുരു ആ മന്ത്രത്തിൻ്റെ യഥാർത്ഥ അർത്ഥം വിശദമായി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിങ്ങനെയായിരുന്നു: മനുഷ്യന്റെ ഉള്ളിലുള്ള ബോധത്തെ ഉണർത്തുന്ന ഒരു പ്രാർത്ഥനയാണത്. സൂര്യൻ ഇവിടെ ബാഹ്യമായൊരു ഗ്രഹം മാത്രമല്ല, മറിച്ച് ഉള്ളിലെ പ്രകാശത്തിന്റെ പ്രതീകമാണ്. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ അർത്ഥമാക്കാം: എൻ്റെ ബുദ്ധിയെ സത്യമാർഗത്തിലേക്ക് നയിക്കട്ടെ. എൻ്റെ കൈവശമുണ്ടായിരുന്ന മറ്റൊരു പുസ്തകത്തിൽ പലവിധ ശരീരവിന്യാസങ്ങളുടെ ചിത്രങ്ങളുണ്ടായിരുന്നു. അതിൽ എനിക്ക് പ്രത്യേകമായി ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഒരു ഇരിപ്പുമുറിയായിരുന്നു. 2 കാലുകളും വിരുദ്ധ ദിശയിൽ ചേർത്തുവച്ചിരിക്കുന്ന പത്മാസനമായിരുന്നു അത്. അതിനു മുമ്പ് കുട്ടികൾക്കായി തയ്യാറാക്കിയ ഒരു ചിത്രപുസ്തകത്തിൽ ശ്രീബുദ്ധൻ അങ്ങനെ ഇരിക്കുന്ന ചിത്രം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ ബുദ്ധനാണെന്ന് കരുതി ആ രീതിയിൽ ഇരിക്കാൻ ശ്രമിച്ചു. അത്ഭുതകരമായി അതെനിക്ക് വളരെ എളുപ്പം സാധിച്ചു. ഒരു ദിവസം വീട്ടിലെ സ്റ്റോർ റൂമിലുണ്ടായിരുന്ന വലിയ മരപ്പെട്ടിയുടെ മുകളിൽ ഞാൻ പത്മാസനത്തിലിരിക്കുമ്പോൾ അമ്മ എന്നെ കണ്ടു. ഇത് നിനക്ക് ആരാണ് പഠിപ്പിച്ചത് എന്ന് അമ്മ ചോദിച്ചു. ഞാൻ ലളിതമായി പറഞ്ഞു, ആരും പഠിപ്പിച്ചിട്ടില്ല, ഇത് യോഗയാണ്. അച്ഛന്റെ മേശയിൽ നിന്നെടുത്ത പുസ്തകങ്ങളെക്കുറിച്ച് അച്ഛൻ അറിയില്ലെന്ന് ഞാൻ കരുതി. ഒരു ദിവസം മേശയുടെ പൂട്ടിൽ താക്കോൽ തന്നെയുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പതുക്കെ ഡ്രോയർ തുറന്നു. എടുത്തിരുന്ന 2 പുസ്തകങ്ങളും മുൻപുണ്ടായിരുന്ന സ്ഥാനത്ത് തന്നെ സൂക്ഷിച്ചുവെച്ചു. അപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നി. എന്നാൽ ഞാൻ കരുതിയതുപോലെ അച്ഛനൊന്നും അറിയില്ലായിരുന്നു എന്നില്ല. ഒരു ദിവസം രാവിലെ ഞങ്ങളെല്ലാവരും പ്രാതൽ കഴിക്കുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ എന്റെ മേശയിൽ നിന്നെടുത്ത പുസ്തകങ്ങൾ വായിച്ചതായി എനിക്കറിയാം. അതിൽ പറയുന്ന കാര്യങ്ങൾ സ്വയം പഠിക്കാൻ ശ്രമിക്കേണ്ടതില്ല. ശരിയായ ഒരു ഗുരുവിന്റെ മാർഗനിർദ്ദേശം വേണം. അച്ഛൻ പിന്നെ പറഞ്ഞു, നിനക്ക് യോഗ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അറിയുന്ന ഒരാൾ നിന്നെ സഹായിക്കാം. അദ്ദേഹത്തിന്റെ പേര് ശ്രീ ശർമ്മ. അദ്ദേഹം ഇവിടെ വരും. അച്ഛന്റെ വാക്കുകൾ കേട്ട് ഞാൻ വളരെ സന്തോഷപ്പെട്ടു. എനിക്കും പഠിക്കണം എന്ന് ഞാൻ ഉടൻ പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ ശ്രീ ശർമ്മയെ കണ്ടു. അദ്ദേഹം മധ്യവയസ്കനായ ഒരു ബ്രാഹ്മണനായിരുന്നു. വളരെ ലളിതവും സൗമ്യവുമായ സ്വഭാവം.
അദ്ദേഹം എനിക്ക് യോഗാസനങ്ങളും ശ്വാസാഭ്യാസങ്ങളും പഠിപ്പിക്കാൻ തയ്യാറായി. അല്പം മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ അഭ്യാസങ്ങൾ എനിക്ക് എളുപ്പമായി ചെയ്യാൻ കഴിഞ്ഞു. ഒരു ദിവസം അദ്ദേഹം അച്ഛനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ അഭ്യാസങ്ങൾ നന്നായി ചെയ്യുന്നു, ദിവസവും തുടരുകയാണെങ്കിൽ നല്ല പുരോഗതിയുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. അന്നുമുതൽ ഞാൻ യോഗാഭ്യാസം സ്ഥിരമായി തുടരാൻ തുടങ്ങി. ഇന്നും ഞാൻ ദിവസേന കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ആസനങ്ങളും ശ്വാസാഭ്യാസങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നു. എന്റെ ആരോഗ്യം, ശരീരശക്തി, മനസ്സിന്റെ സ്ഥിരത ഇതെല്ലാം നിലനിർത്താൻ യോഗാഭ്യാസം വളരെ സഹായിച്ചു എന്ന് ഞാൻ ഉറപ്പോടെ പറയുന്നു. പുണ്യാത്മാക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.